അതേ ഗൈസ്, മറ്റേതിൻ്റെ പകുതി തന്നെയാണ്. അതെടുത്തോണ്ടിരിക്കുമ്പോൾ എനിക്കൊരു കോള് വന്നു. അപ്പോൾ അത് വീക്ഷമായിട്ടത് എന്താ പറയുക കട്ടായി ഗൈസ്. അപ്പോൾ പിന്നെ നമ്മൾ എന്തായാലും വീണ്ടും കാത് മുതൽ എടുക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാർട്ട് 2 ആണ്. പാർട്ട് 1, ഇത് പാർട്ട് 2. ഓക്കെ, അത് ഞാൻ അടുത്ത പാർട്ടിൽ ഇടാമെന്ന് പറഞ്ഞിട്ട് പോലും പറ്റില്ല. കാരണം എനിക്കതിൽ ആഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് എന്താവും എനിക്കിത് എഡിറ്റ് ചെയ്താൽ, പക്ഷെ അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം കോൾ വന്നിട്ട് അത് കട്ടായി. അപ്പോൾ അതിൻ്റെ ഓൾ പ്രോഗ്രാംസ് ഒന്ന് ഡീപ്പായിട്ടുണ്ട്. അതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിക്കണം. അപ്പോൾ ഒരേ പാർട്ടായിട്ട് തന്നെയാണ് ഞാൻ ഇത് ഒരേ ഇതിലെങ്ങനെ ഇടും. ഇത് രണ്ടും ഇട്ടിട്ടാണ് ഇനി എന്ത് വീഡിയോസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പാർട്ട് 1, 2 ഞാൻ തമ്മിൽ വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ അതെന്നെ ഈ പ്ലേസ് കണ്ടുപിടിക്കുന്നത് നൃത്തമാടട്ടോ ഗൈസ്. നൃത്തമാടെന്ന് പറയുമ്പോൾ എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് ഗൈസ്? എങ്ങനെയുണ്ട് ഗൈസ് എൻ്റെ ഔട്ട്ഫിറ്റ്? ഞാൻ ഇവിടെ ലിങ്ക് അതിൻ്റെ കൊടുത്തേക്കാം. അപ്പോൾ ലിങ്ക് വേണമെങ്കിൽ ഇവിടെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ഔട്ട്ഫിറ്റ്? ചിലപ്പോൾ എനിക്ക് ലിങ്ക് ഞാൻ കൊടുക്കൂല കേട്ടോ. കാരണം ഇത് ഞാൻ തയ്പ്പിച്ചതാണ്. അയ്യോ പറ്റിച്ച് തയ്പ്പിച്ചതാണ് ഗൈസ്. പക്ഷേ ആമസോണിലാണ് തുണി എടുത്തത്. എനിക്ക് അതിൻ്റെ ലിങ്ക് തപ്പി ഇടാം. ഉറപ്പ് പറയാൻ പറ്റില്ല. ചിലപ്പോഴും ചിലപ്പോൾ ഓക്കെ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ഇത്തിരി നാളെ കൊണ്ടാണ് കേസ് വരാതിരുന്നത്. എന്നോട് വന്നു. ഇപ്പോഴാണ് ഗൈസ് എടുത്ത ടൈല് കണ്ടു. നല്ല സിലെ ടൈല് കാണാൻ ഇഷ്ടപ്പെട്ടു. ടൈല് കാണാൻ ഇവിടെ ഒന്നും അപ്പുറത്ത് എടുത്തൊരു കുട്ടി പറഞ്ഞു കേട്ടോ. അതും ഞാൻ കാണിച്ചുതരാം. അവിടുത്തെ കുട്ടി പറഞ്ഞു കേട്ടോ. ഇപ്പോൾ കൊണ്ട് വന്നിട്ട് ഓടി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ കൊണ്ട് ഓടിയതാണ്. എന്തൊക്കെയല്ല ഇപ്പുറത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇതാണ് കട എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. അപ്പോൾ നോക്കട്ടെ. അപ്പോൾ ഗൈസ് നമ്മൾ ഒരു വീട്ടിലാണ് ഗൈസ്. ഒരു വീട്ടിലാണ്. ഈ വീട്ടിൽ എന്താ പറയുക കട ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഞാൻ അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ് നീ എന്താ പറയുക അയലക്കാടുള്ള അക്കരയിലുള്ളൊരു വീട്ടിൻ്റെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടെ ഇരിക്കാൻ അവൾ പറഞ്ഞു. അപ്പോൾ വരാമെന്ന് പറഞ്ഞു. അവളൊരാളെ പറഞ്ഞയക്കാന്നാണ് പറഞ്ഞത്. അറിയില്ല. സ്ഥലമുണ്ട് അല്ല. എന്നിട്ട് ഇവിടെ എന്നിട്ട് നേരെ ആളെ ശരി 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 കേട്ടോ. വളരെ ഉപകാരം കേസ്. ആളൊക്കെ വന്നു. എന്താ വഴി അതൊക്കെ പറഞ്ഞു തന്നു. പക്ഷേ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്താ ആത്മാവിനോടാണോ പ്രാർത്ഥിക്കുന്നത് എന്താ സൗണ്ട് കേൾക്കാത്തത്? പ്രത്യേകിച്ചൊന്നുമില്ല. ആളോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു ഇങ്ങനെ യൂട്യൂബിൽ സൗണ്ട് കേൾക്കണമെന്ന് ഇഷ്ടമല്ല, കട്ട് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ അങ്ങനെ എന്താ പറയുക ഇനിയിപ്പോൾ ഇത് യൂട്യൂബിൽ വരുമ്പോൾ അത് കട്ടായിട്ടാണ് ഇങ്ങനെ ഉണ്ടാവുക സൗണ്ട്. നമ്മളൊന്ന് വിചാരിക്കരുത്. ആത്മാവിനോട് പ്രാർത്ഥിച്ചല്ല. ഇവിടെ കുട്ടികൾ ഇവിടെ ആണ് പറഞ്ഞത്. നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. ചേച്ചി പരിപ്പാട നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. കട ഉണ്ടോ? ചീരതൊക്കെ ഉണ്ടോ ഇവിടെ ഉള്ളത്? നല്ലൊരു കടയാണ്. സാൻഡ്വിച്ചാണ്. പരിപ്പോടം ചായ മതി. നമ്മൾ പരിപ്പോടൊക്കെ മേടിച്ചിട്ടുള്ളത്. ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ്. കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ ഗൈസ്. ഞാൻ അവിടെ പരിപ്പോടട്ടോ മേടിച്ചത്. പരിപ്പോടേനി ഗൈസ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ എന്താ അവിടെ എന്താ പറയുക ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഞാനെന്താ അവിടേക്കാണ് ഇരുന്നത്. നമ്മൾ ചായ പിന്നെ നല്ല പരിപ്പോടട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത്. പരിപ്പോട ചായ. ചായ നോക്കിയിട്ടാണ് കഴിക്കുന്നത്.
എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്പൂണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. ചേച്ചിട്ട് കടുപ്പല്ലേ, കുറച്ചും കൂടി കടുപ്പത്തരുമോ? ഇതാണ് നമ്മുടെ കടയുടെ പേരെന്താ വെച്ചാ? പേരില്ലേ? പേരുണ്ടോ? പേര് പേരില്ലേ? നമ്മളൊരു പരിപ്പട കടുപ്പം കൂടി പോയല്ലോ. കടുപ്പുള്ള ചായ ആയിട്ട് നമ്മൾ ഓർഡർ ചെയ്തിരിക്കണം. കാണിച്ചു തരാം. കടുപ്പുള്ള ചായ, കടുപ്പുള്ള ചായയാണ്. ഒരു സ്ഥലത്ത് പോയല്ലോ, പൈസ എടുത്ത് വെച്ച ചായയാണ്. മിനിറ്റ് കേട്ടോ.